എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ചിക്കൻ കറി ഉണ്ടാക്കട്ടെ. ചോറിലേക്കൊക്കെ ഒഴിച്ച് കൂട്ടി കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. നാളികേരമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ അധിക നേരം ഉള്ളിയൊന്നും വഴറ്റാതെ ഈസി ആയിട്ട് കുക്കറിലാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പിക്കായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 8 കഷ്ണം കാഷ്യൂ ആണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ സൈസ് കാഷ്യൂ ആണ്. ഇതിലേക്ക് കാഷ്യൂൻ്റെ ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ പൊട്ടുകടലയാണ് ചേർക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടെ ഇതൊക്കെ നമ്മൾ കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്, നാളികേരം ചേർക്കണില്ലല്ലോ. അപ്പോൾ നമുക്ക് കറിക്ക് ഇത്തിരി കൊഴുപ്പുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ കസ്കസാണ് കേട്ടോ, അത് പോപ്പി സീഡ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. പിന്നെ ഒരു വലിയ കതിര് വേപ്പില അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് പൊടിയായിട്ട് നൈസ് പൊടിയായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേറെ 2 ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ആ സൈഡിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊടിയൊക്കെ ഒന്ന് അതിലേക്ക് തന്നെ തട്ടിയിട്ടിട്ട് അതിലേക്ക് ഒരു 4 തണ്ട് മല്ലിയിലയാണ് കേട്ടോ അത്. പിന്നെ മല്ലിയിലയുടെ ഒപ്പം തന്നെ ഒരു നല്ല എരിവുള്ള പച്ചമുളക് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 2 മീഡിയം സൈസ് തക്കാളി ചെറിയ പീസാക്കിയിട്ട് തന്നെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് അരച്ചെടുക്കട്ടെ. തക്കാളിയുടെ ജ്യൂസ് കൊണ്ട് തന്നെ അത് നന്നായിട്ട് അരഞ്ഞിട്ട് അപ്പോൾ നല്ല പേസ്റ്റായിട്ട് തന്നെ ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു ചെറിയ പീസ് കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ബേ ലീഫ് വഴനയില ഇട്ട് കൊടുക്കുക. ഒന്ന് പീസാക്കിയിട്ട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റാർ അനൈസ് തക്കോലം ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു പച്ചപ്പ് മാറിയാൽ മാത്രം മതിയിട്ട്, കാരണം നമ്മൾ ഇനി ഇത് ഇട്ടിട്ട് വഴറ്റുന്നുണ്ട്. ആ ഒരു പച്ചമണം മാത്രം മാറി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്പം തന്നെ നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അധികം നേരം നമുക്കിത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ഉള്ളി ഇതാ 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉള്ളി 2 പീസാക്കിയിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ചെറിയ ഉള്ളി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ വല്ലാണ്ടിട്ട് നമുക്ക് മുരിച്ച് അതിൻ്റെ അങ്ങനെ കുറേ നേരം ഇട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അതിൻ്റെ ജസ്റ്റ് ആ ഒരു കളറൊക്കെ ഒന്ന് മാറി ഒരു ചില്ലി പരിവായാൽ മതി. ഇതുപോലെ ആയി കിട്ടിയാൽ മാത്രം മതി. അത് നമുക്ക് എളുപ്പമാണ് ഇട്ടുണ്ടാക്കാനായിട്ട്. സവാളയൊക്കെ ആകുമ്പോൾ നമ്മൾ കുറേ ഇട്ട് വഴറ്റാനും കുറേ നേരം നിൽക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ കളർ മാറി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസുകൾ 3/4 കിലോ ആണിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ കറി പീസിൻ്റെ വലിപ്പത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ സാധാരണ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ 1 ടീസ്പൂൺ സാധാരണ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് തന്നെ ചേർക്കുക കേട്ടോ, ഒരേ സമയത്ത് തന്നെ ചേർക്കുക. ഗരം മസാല ഇപ്പോൾ ചേർക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇത് ആ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ചിറ്റിയിട്ട് ഇപ്പോൾ ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരാനുണ്ട്. മിക്സി ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് അവിടെ മാറ്റി വെച്ചാൽ മതി. ഇനി നമുക്ക് ആ മസാലയൊക്കെ ഒന്ന് ഒപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിൽ തക്കാളിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് നല്ല മണം വരുന്നവരെ ആ ചിക്കനിലൊക്കെ ഒന്ന് മിക്സാക്കി നന്നായിട്ട് മിക്സാക്കി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ ഒന്ന് മൂത്ത് തക്കാളിയുടെ പച്ചപ്പും എല്ലാം മാറി നല്ലൊരു മണം വരും കേട്ടോ. നമുക്ക് മസാലയുടെയൊക്കെ ഒരു നല്ലൊരു മണം അങ്ങനെ പൊന്തി വരും. ചിക്കനിലത്തെ ചാറ് ചെറുതായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ. ചിക്കൻ മസാലയോ ഗരം മസാലയോ നമ്മുടെ ഓൾ ഇൻ വൺ മസാലയാണ് കേട്ടോ. നമ്മളെല്ലാത്തിലേക്കും ചേർക്കുന്ന ഒറ്റ മസാല നമ്മുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതൊരു ടീസ്പൂൺ ചേർക്കുക. ഈ മസാല ചേർത്തതിന് ശേഷം ഒരു 5 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് നമ്മൾ ആ ചിക്കനിൽ പറ്റി വെച്ച ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് മിക്സ് ആക്കുക. അപ്പോൾ വെള്ളം ഇപ്പോൾ ഏകദേശം ഒരളവിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ചിക്കനിലത്തെ വെള്ളമൊക്കെ ഇറങ്ങും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കർ വിസിലൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇനി ഞാൻ നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് മിക്സാക്കി നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് ഒറ്റ വിസിലാണ് അടുപ്പിച്ചെടുത്തിട്ട് ഒറ്റ വിസിലടിച്ച് അതിൻ്റെ ആ എയറൊക്കെ ഒന്ന് തനിയെ തന്നെ പോകാനായിട്ട് അനുവദിക്കുക. അപ്പോൾ ഇത് ഒരു വിസിലടിച്ചതിന് ശേഷം അതിൻ്റെ എയറെല്ലാം തനിയെ പോയതിന് ശേഷം ഉടനെ തന്നെ ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അധികം നേരം നിന്ന് വഴറ്റാണ്ടും ഒക്കെ നല്ല രസമായിട്ട് തന്നെ ചിക്കൻ നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയ ഉള്ളി ചേർത്തുണ്ടാക്കിയ കാരണം നല്ലൊരു രുചിയായിരിക്കും. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിലേക്ക് നല്ലോണം ഒരു കൈപ്പിടി നിറച്ച് തന്നെ മല്ലിയില ചെറിയതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ലൂസായിട്ട് തന്നെ നമുക്ക് ചാറൊക്കെ ഒന്ന് ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ സമയത്ത് വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് തിളപ്പിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ഈ ഒരു കട്ടിക്ക് തന്നെ ഇത്രയും ലൂസ് വേണം കേട്ടോ. കാരണം ഇത് ഇരിക്കും തോറും ഇങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് തിക്കായിട്ട് വരും ഇതിൻ്റെ ഗ്രേവി. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ ആവശ്യമാണെങ്കിൽ ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചില്ല. അപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ഗ്രേവിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.